ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കാര. ഒരു ഹേസ്റ്റി ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ വിഘ്നേഷ് രാജയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വിഘ്നേഷ് രാജ, ആൽഫ്രഡ് പ്രകാശ് എന്നിങ്ങനെ രണ്ടുപേരാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ധനുഷു, മമിത ബൈജു, KS രവികുമാർ, കരുണാസ്, ജയറാം, സുരാജ് വെഞ്ഞാറമൂട്, ശ്രീജ രവി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന് സംഗീതം പറഞ്ഞിട്ടുള്ളത് GV പ്രകാശ് കുമാറാണ്. തേനി ഈശ്വർ ഛായാഗ്രഹണവും എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗുമാണ്. 2 മണിക്കൂർ 41 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് UA 16+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. തമിഴ്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി പുറത്തു വന്നിരിക്കുന്ന ഈ സിനിമയ്ക്ക് ആദ്യ ഷോയ്ക്ക് ശേഷം പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് എന്നിങ്ങനെ മിക്സഡ് അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ധനുഷിന്റെ പ്രകടനം, മികച്ച മേക്കിംഗ്, നല്ല മ്യൂസിക്, ക്യാമറ ഉൾപ്പെടെ മികച്ച സാങ്കേതിക മേന്മ നിലനിർത്താൻ സിനിമയ്ക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം ഉയർന്നു വന്നിട്ടുള്ളത്. ഫൈനൽ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 2,34 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 84 ലക്ഷം, കർണാടകയിൽ 27 ലക്ഷം, കേരളത്തിൽ 8,50,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,50,000 എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് പ്രീസെയിലായി ലഭിച്ചിട്ടുള്ളത് 3,55 ലക്ഷം രൂപയാണ്. ഓവർസീസ് പ്രീസെയിലായി $83,000, അതായത് 78,45,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 4,33 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ. എന്തായാലും വേൾഡ് വൈഡ് ഓപ്പണിംഗ് 10 കോടി മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയ് മാസത്തിലെ ആദ്യ മലയാളം റിലീസ്, അതായത് നാളെ മെയ് 1 തിയേറ്ററിലെത്തുന്ന സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരതര്യമായി എത്തുന്ന സിനിമ മഹേഷ് നാരായണനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ 4,50,00,000 മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 60 ലക്ഷം ഉൾപ്പെടെ 5,10,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിൽ. വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 14,10,00,000 രൂപയുമാണ്. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. ഈ സിനിമയുടെ തെലുങ്ക് പതിപ്പ് ഏപ്രിൽ 24 വെള്ളിയാഴ്ച റിലീസ് ചെയ്തിരുന്നു. തെലുങ്കിലും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഈ സിനിമ തെലുങ്കിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് 49 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് തെലുങ്കിൽ നിന്ന് മാത്രം 4,82,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 28 ദിവസത്തെ കേരള കളക്ഷൻ 126 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് കളക്ഷൻ 232 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിവിൻ പോളി നായകനായി B. ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മാർച്ച് 22 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. ബാലചന്ദ്രൻ മേനോൻ, ആൻ അഗസ്റ്റിൻ, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരതമ്യമുള്ള ഈ സിനിമ ഫൈനൽ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 5,47,00,000 രൂപയാണ്. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 7,91,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് കേരള ഷെയറായി ലഭിച്ചിരിക്കുന്നത് 2,43,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് 3,51,00,000 രൂപയുമാണ്. ഏകദേശം 15-20 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വമ്പൻ ദുരന്തമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, രാജ്പാൽ യാദവ്, ടബു, വാമിക ഗബ്ബി എന്നിങ്ങനെ താരതമ്യമുള്ള ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 13 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 28,40,000 രൂപയാണ്. സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 125,10,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 148,60,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് 51,50,00,000 ഉൾപ്പെടെ ആദ്യ 13 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 200,10,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മനു ആനന്ദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ്. ആര്യ, ഗൗതം റാം, കാർത്തിക്, ശരത് കുമാർ, മഞ്ജു വാര്യർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ 12 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 6,23,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 30 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 12 ദിവസം കൊണ്ട് 6,53,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 43 ദിവസമാണ് പിന്നിടുന്നത്. 42-ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 19,31,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,357,20,00,000 രൂപയും വിദേശത്ത് നിന്ന് 424,95,00,000 രൂപയുമാണ്. സാക്കിനിക്കിന്റെ ഡാറ്റ പ്രകാരം 1,782,15,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയുമായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.